അപ്പോൾ സഹോദരങ്ങളെ, കുടുംബത്തിൽ വേണ്ട വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. തിരുത്തേണ്ട ചില കാര്യം സമയത്ത് തിരുത്തിയില്ലെങ്കിൽ എന്താ ഉണ്ടാകുക കാര്യങ്ങൾ? അത് നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. എത്രയെത്ര സംഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്കുണ്ടായ തെറ്റായ ഒരു ബന്ധം, അത് കൈകാര്യം ചെയ്യുന്നിടത്ത് മാതാപിതാക്കൾക്ക് പരാജയം സംഭവിച്ചു. അതിൻ്റെ വളർച്ച വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തിന് മുഴുവൻ അപമാനം വരുത്തുന്ന ഒരു പരിണിതിയായിരുന്നു ആ പെൺകുട്ടിയിൽ നിന്ന് ആ കുടുംബത്തിനുണ്ടായത്. എത്രയോ വർഷങ്ങളായി അവരുണ്ടാക്കിയ പാരമ്പര്യമായ മാന്യതകളെ ഇടിച്ചു തകർക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നീടുള്ള ബാക്കിയുള്ള സംഭവങ്ങൾ. ഞാൻ പറഞ്ഞ ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് എത്ര സ്നേഹമുള്ള കുട്ടികളാണെങ്കിലും മുഖത്ത് നോക്കി അത് ശരിയല്ലെന്ന് ഗൗരവപൂർവം പറയേണ്ട ആൾ പറയാതിരുന്നാൽ ആ കുടുംബത്തിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ, ഭാവി ദുരന്തങ്ങൾ സംഭവിക്കുമെന്നുറപ്പ് എല്ലാവരും വേണം. സ്വന്തം ഭാര്യയോട് പറയേണ്ട കാര്യം സമയത്ത് പറയുക തന്നെ വേണം. ഇസ്ലാമികമായ നിയമകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നമുക്ക് അവകാശമില്ല, നമുക്ക് അധികാരമില്ല സഹോദരങ്ങളെ. നമുക്ക് അധികാരമുണ്ടോ? ഇസ്ലാമികമല്ലാത്തൊരു വേഷവിധാനം എൻ്റെ ഭാര്യ സ്വീകരിച്ചാൽ തൽക്കാലം അതിനൊരു സമ്മതം കൊടുക്കാൻ എനിക്കെന്ത് അവകാശം? അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വിശുദ്ധ ഖുർആനിന്റെ താല്പര്യമാണ്, ആവശ്യപ്പെടലാണ്. അത് അതുപോലെ സ്വീകരിച്ചിരിക്കണം. അത് സാരല്ല എന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ടോ? അള്ളാഹുവല്ലേ അതിൽ തീരുമാനം പറയേണ്ടത്. മതപരമായ പല കാര്യങ്ങളും അങ്ങനെ മതി, ആ രൂപത്തിൽ മതി എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. കുട്ടികളല്ലേ, അത്ര പോരെ? അതിലൊക്കെ എത്ര ബുദ്ധിമുട്ടിക്കണോ? കുട്ടികളെ വെറുതെ അതൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടാക്കണോ? അവർക്ക് മാനസികമായ പ്രയാസം സൃഷ്ടിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ സഹോദര, മതപരമായ കാര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ എവിടെ തകരാറ് കാണുന്നുവോ അവിടെ വളരെ ശക്തമായി ഇടപെടുക എന്നുള്ളത് പ്രവാചകന്മാരും ഇസ്ലാം മതവും നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയണം. അദ്ദേഹം തന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുമായിരുന്നു. എടുത്തു പറയണോ ഖുർആൻ? ഒരു പ്രവാചകനെ കുറിച്ച് സഹോദരങ്ങളെ നിരന്തരമായ കൽപ്പനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ ഉപദേശിച്ച് നമുക്ക് കാണാൻ പറ്റും. കണിശമായി പറയേണ്ട സമയത്ത് കണിശമായി സംസാരിച്ച് തിരുത്തേണ്ടത് തിരുത്തിയില്ലെങ്കിൽ ആ രോഗങ്ങൾ, ആ പുഴുക്കുത്തുകൾ നമ്മുടെ കുടുംബത്തിനെ നമ്മൾ വിചാരിക്കാത്ത ദുരന്തങ്ങളിലേക്കും ഭിന്നതയിലേക്കും ഛിദ്രതയിലേക്കും നയിക്കുമെന്ന് ഉറപ്പാണ്. തിരുത്തണം. മക്കളിലും കുടുംബങ്ങളിലും മാതാപിതാക്കളിലും തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് കെട്ടുറപ്പുള്ള ഭദ്രമായ ഒരു കുടുംബത്തെ സൃഷ്ടിക്കാൻ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് കുടുംബത്തിൽ നിന്ന് ഓരോ വ്യക്തികളിൽ നിന്നും ഉണ്ടാകുന്ന സമീപനങ്ങൾ. പ്രത്യേകിച്ചും കുടുംബനാഥൻ. ചില കുടുംബങ്ങളുണ്ട് ഭയങ്കര പിശുക്ക്. പല കുടുംബങ്ങളിലും പ്രതിസന്ധി, നല്ല പൈസ ഉണ്ട് കൈകാര്യം ചെയ്യാൻ, പക്ഷേ അടിസ്ഥാനപരമായ ഭക്ഷണമോ മരുന്നോ ജീവിത സൗകര്യങ്ങൾ പോലും ബന്ധപ്പെട്ടവർക്ക് നൽകാതെ പണത്തെ പിശുക്കി വെക്കുന്നവർ. കുടുംബങ്ങൾക്ക് ആർക്കും കൊടുക്കില്ല. കുടുംബങ്ങളിലൊക്കെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. സഹോദരങ്ങൾ, നമ്മുടെ അടുക്കൽ ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും നമ്മൾ ചെയ്യാതിരുന്നാൽ അത് പ്രതിസന്ധി ഉണ്ടാകൂല. കാരണം പലപ്പോഴും നമുക്ക് അസൂയക്കാരുണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താന്ന് ചോദിച്ചാൽ, നമുക്കുണ്ടായാൽ അവർക്കും ഉണ്ടാകും എന്നവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ആരും നമ്മോട് അസൂയ വെക്കൂല. അവരെത്തുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നിർലോഭമായ ദാനങ്ങളുടെ പ്രസക്തി അതാണ് സഹോദരങ്ങളെ, കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് സമ്പത്തുകളെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ആരെങ്കിലും പിശുക്ക് കാണിച്ചാൽ അവൻ പിശുക്ക് കാണിച്ചത് അവനോട് തന്നെ. നാം കൊടുക്കാതിരുന്നാൽ ആ കൊടുക്കാത്തതിന്റെ ദുരന്തം നമുക്ക് തന്നെ വന്നു ചേരും. എനിക്കില്ലാഞ്ഞിട്ടാണെങ്കിൽ എന്റെ മക്കൾക്ക് ബോധ്യപ്പെടും. ഉണ്ടെങ്കിൽ ദൂർത്തു വേണമെന്നല്ല സഹോദരങ്ങളെ, ചോദിക്കുന്നതെല്ലാം കൊടുക്കണമെന്നല്ല. മക്കൾക്ക് എല്ലാവർക്കും മൊബൈൽ ഫോണും മോട്ടോർ ബൈക്കും വാങ്ങിക്കൊടുക്കണം എന്നെന്റെ വാക്കുകൾക്ക് അർത്ഥമില്ല. അടിസ്ഥാന കാര്യങ്ങൾക്ക് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വകയുള്ളവർ സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ടും പിശുക്കുകൊണ്ടും അത് നിർവഹിക്കാതിരുന്നാൽ ആ കുടുംബം ചിന്ന ഭിന്നമാകും. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. നിങ്ങൾ എത്രയോ മരിച്ചുപോയ പിതാവിനെ കുറിച്ച് പോലും നന്മ പറയാൻ കഴിയാത്ത മക്കളെ ഞാൻ ശ്രവിച്ചിട്ടുണ്ട്. ഖബറിൽ കിടക്കുന്ന വാപ്പയെ പറ്റി നല്ലത് പറയാത്തത് എന്തേ? വാപ്പയുടെ അടുക്കൽ കണ്ടമാനം പണമുണ്ടായിട്ടും
അടക്കയും കുരുമുളകും റബ്ബറും കൊണ്ട് പണം വിളഞ്ഞിട്ടും എന്റെ വീട്ടിലേക്കോ എന്റെ മക്കൾക്കോ എന്തെങ്കിലും സന്ദർഭവശാൽ പോലും തരാൻ അയാൾ തയ്യാറായില്ലെന്ന് പറയുന്നവരുണ്ട്. മരിച്ചിട്ട് പോലും ഒരു പ്രാർത്ഥന കിട്ടാൻ ഭാഗ്യം ലഭിക്കാത്തവരുണ്ട്. സഹോദരങ്ങളെ, ചെയ്തു പോകരുത്. നാം ഒരു കുടുംബത്തിൽ അംഗമാണെങ്കിൽ ആ കുടുംബത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാതിരിക്കുക എന്നത് ആ കുടുംബത്തിന്റെ ഐക്യത്തിനും ഭദ്രതക്കും മാനസിക ഐക്യത്തിനുമെതിരെ നാം ചെയ്യുന്ന ഏറ്റവും വലിയ കയ്യേറ്റമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. പണം കൊണ്ടായാലും ആരോഗ്യം കൊണ്ടായാലും നമ്മൾ ചെയ്യണം. അസുഖമായി കിടക്കുന്ന ഒരാൾ, അയാളെ പരിചരിക്കാനും നോക്കാനും വീട്ടിൽ ആളുണ്ട്. അവിടെ ആളുകൾ വേണ്ട പോലെ വന്നില്ലെങ്കിൽ മനസ്സിന്റെ വേദന എത്രയാകും? എനിക്കുറ്റവരില്ലേ, എനിക്കുടയവരില്ലേ, എനിക്ക് ബന്ധുക്കളില്ലേ, പക്ഷെ ആരും വന്നില്ലല്ലോ എന്ന ഒരു ഹോസ്പിറ്റൽ അനുഭവം ജീവിതകാലം മുഴുവൻ ശത്രുക്കളായി മാറാൻ കാരണമായി തീരും. ഒരിക്കലും സമീപനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, എന്റെ ഭാര്യയ്ക്ക് ചെയ്യാവുന്ന ഒരു സേവനം ചെയ്യാൻ ഞാൻ അമാന്തിച്ചുകൂടെ? എന്റെ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ഒരു സേവനം, എന്റെ അയൽവാസിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ ബന്ധുക്കൾക്കോ ചെയ്യാവുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്കറിയുമെങ്കിൽ നമ്മളത് ചെയ്തു കൊടുത്തേ പറ്റൂ. യഥാർത്ഥത്തിൽ ഗൗരവപരമാണ് സഹോദരങ്ങൾ ഈ കാര്യം. സമീപനങ്ങൾ, നമ്മൾ അവരോട് കാണിക്കുന്ന സമീപനങ്ങൾ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ പിശുക്ക് തന്നെയാണ്. പിശുക്ക് കൊണ്ട് നശിച്ച കുടുംബങ്ങളുണ്ട്, പിശുക്ക് കൊണ്ട് ഛിദ്രമായ കുടുംബങ്ങളുണ്ട്. ദൂരത്തിന് ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പിശുക്ക് വമ്പിച്ച നാശനഷ്ടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിയുമെങ്കിൽ നമ്മൾ ആ കഴിയുന്ന രൂപത്തിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാകണം. ആർക്കാ കൊടുക്കേണ്ടത്? ആത്തിദൽ ഖുർബ ഹഖഹു, ഏറ്റവും ബന്ധുക്കൾക്കാണ്. ഒരു ദിർഹമുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നാമത് ചെലവഴിക്കേണ്ടത്. പിന്നെ എന്നിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാരോ അവർക്ക് വേണ്ടി കൊടുക്കണം. എന്റെ മക്കളെ പട്ടിണിക്കിട്ട് നാട് മുഴുവൻ ജീവകാരുണ്യം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ആത്മാർത്ഥത എന്താണ് സഹോദരങ്ങളെ? എന്റെ ബാധ്യതയാണല്ലോ ഞാൻ ആദ്യം നിർവഹിക്കേണ്ടത്. എന്റെ ബാധ്യത നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഏറ്റവും ഒന്നാമത്തെ പരിഗണന. ആ കാര്യത്തിനാണ് സഹോദരങ്ങളെ നൽകേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് പിശുക്ക് പല കുടുംബങ്ങളെയും ഛിന്ന ഭിന്നമാക്കി. രണ്ടാമത്തെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സഹോദരങ്ങളെ. അത് വേണ്ട രൂപത്തിൽ ചെലവഴിക്കാതിരുന്നാൽ ആ ചെലവഴിക്കാത്ത അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കാൻ കാരണമായി തീരുന്നില്ലാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇന്നലെ എനിക്കുണ്ടായ ഒരു +1 പഠിക്കുന്ന ഒരു കുട്ടിയോട് വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പറയാനുള്ള ഒരവസ്ഥ മാതാപിതാക്കൾക്കില്ല. തുറന്ന സംസാരം ലോകത്തുള്ളവരോട് മുഴുവൻ. ഏതോ ബസ്സിൽ കയറിയ അപരിചിതനോട് പോലും ജീവിതത്തിന്റെ എല്ലാ കഥകളും തുറന്നു പറയുന്ന നമുക്ക് സ്വന്തം ഭാര്യയോട് തുറന്ന് സംസാരിക്കാൻ അറിയില്ല, സ്വന്തം വാപ്പയോട് തുറന്ന് സംസാരിക്കാൻ അറിയില്ല, സ്വന്തം മക്കളോട് തുറന്ന് സംസാരിക്കാൻ അറിയില്ല. അതിന് മറ്റൊരാളുടെ സഹായം വേണം. എറണാകുളത്ത് നിന്നാണ് ടാക്സി വിളിച്ചിട്ട് ഒരാൾ വന്നത്. എന്തിനറിയോ? മകളോടൊന്നും സംസാരിച്ചു നോക്കുമ്പോൾ എന്താണ് സഹോദരങ്ങളെ, പോരുന്ന സമയത്ത് ഇങ്ങോട്ട് എത്തിലിടക്ക് വാഹനത്തിലിരുന്ന് അവർ ചർച്ച ചെയ്താൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ തുറന്നു സംസാരിക്കണം. നമ്മുടെ വീട്ടിൽ അന്യരുണ്ടാവാൻ പാടില്ല. നമ്മുടെ പിതാവ് നമുക്ക് അന്യനായിക്കൂടാ, മക്കൾ നമുക്ക് അന്യരായിക്കൂടാ. ഐക്യമുണ്ടാവണോ? മനസ്സ് തുറന്നു സംസാരിക്കണം. തുറന്നു സംസാരിച്ചില്ലെങ്കിൽ തെറ്റായ അനുമാനങ്ങളും തെറ്റായ ഊഹങ്ങളും മനസ്സിൽ വരും. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയൊന്നല്ല. അങ്ങനെയാണോ അല്ലയോ എന്ന് ചോദിക്കൂ. നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഞാനിങ്ങനെ കയറി വരുമ്പോൾ നീ എന്നെ നോക്കിയില്ലല്ലോ, നീ എഴുന്നേറ്റ് നിന്നില്ലല്ലോ, നീ എന്നെ ബഹുമാനിച്ചില്ലല്ലോ എന്ന് വാപ്പക്ക് തോന്നിയെങ്കിൽ അവനെ വിളിച്ചിട്ട്, മോനെ നീ എന്തുകൊണ്ടാണ് ഞാൻ വന്ന ഒരു ഭാവം നിന്റെ മുഖത്ത് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കൂ. അവനൊരു മറുപടി ഉണ്ടാകും അതിന് പറയാൻ. സഹോദരങ്ങളെ, തുറന്നു സംസാരിക്കാത്തതിന്റെ പേരിൽ സ്വന്തം പിതാവിന്റെ അതൃപ്തി വാങ്ങി ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞുപോയ എത്ര മക്കളുണ്ടെന്നറിയുമോ നമ്മൾ? ഒരു തുറന്ന സംസാരം, എന്തും തുറന്നു പറയാവുന്ന ഒരവസ്ഥാവിശേഷം വീട്ടിലുണ്ടോ പരിശോധിക്കൂ. എന്തെങ്കിലും ഒരു വിഷയം തോന്നിയാൽ, ഒരു വിഷമം തോന്നിയാൽ അത് തുറന്നു പറയാൻ, വാപ്പയോട് പറയാൻ ഉമ്മ വേണം. എന്താ വാപ്പയോട് പറയേണ്ട കാര്യം? വാപ്പയോട് പറയാൻ അവസരം വേണം. അതിന് പറ്റുന്നവനായി വാപ്പ നമ്മളിലേക്ക് ഇറങ്ങി വരണം. അതിന് അവസരങ്ങൾ സൃഷ്ടിക്കണം. വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ. മനസ്സിൽ ഒതുക്കി വെച്ച മനോവേദനകൾ വാപ്പയോടും ഉമ്മയോടും പറയാൻ കഴിയാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുണ്ട്. സ്കൂളിലും കോളേജിലും പഠിക്കുന്നത്. ഒന്നുമില്ല, ഉമ്മെന്ന് വിളിച്ച് എന്താ മോളെ എന്ന് ഒന്ന് ചോദിച്ചിട്ട് പറയുന്നതെല്ലാം ഒന്ന് നിശബ്ദമായി കേൾക്കാൻ മനസ്സു കാണിക്കാത്തതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ? തുറന്ന സംസാരത്തിനുള്ള അവസരങ്ങൾ നമ്മൾ